We welcome Pastor Jackson from Ireland, and he will minister right now. Amen. Praise the Lord. Hallelujah. Praise the Lord. Am I audible to everyone? Praise the Lord. ഇവരുടെ സൗണ്ട് വെച്ചാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വിവിധയിടങ്ങളിൽ രാത്രിയാണ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തോടടുത്തിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ തരുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്ന് പകലിലെ ഈ മീറ്റിംഗ് എനിക്കൊരു ഭയങ്കര അതിശയമായിട്ട് തോന്നി. കാരണം ഇന്ന് ഞങ്ങൾക്കും ഉണ്ട് ഒരു മോർണിംഗ് വർഷിപ്പ്. രാവിലെ പതിവില്ലാതെ ഞങ്ങൾ ഇന്ന് ഏർലി മോർണിംഗ് ഒന്നും അല്ല, ഒരു 8:30 ഞങ്ങളുടെ ചർച്ചിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഡോൺ ഓഫ് ഗ്രേസ് എന്നാണ് ആ മീറ്റിങ്ങിൻ്റെ പേര് തന്നെ. പ്രഭാതത്തിൽ ഉള്ള ദൈവസാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഞങ്ങളെല്ലാവരും കടന്നു വരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവസഭ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ അപ്പുറമാണ്. സമയം ഇപ്പോൾ ഇവിടെ 5:30 ആമേൻ പ്രൈസ് ദി ലോർഡ്. എങ്കിലും വളരെ സന്തോഷത്തോടെ ആമേൻ കർത്താവിൻ്റെ മക്കളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തരുന്ന വലിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു മൊമെൻ്റ് പോലും വ്യർത്ഥമല്ല. പ്രൈസ് ദി ലോർഡ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, ഞാൻ തിരിച്ചറിഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് അടുത്തിരിക്കാൻ എത്ര ആഗ്രഹിക്കുന്നോ അത്ര നമ്മളോടുകൂടെ ഇറങ്ങി വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകലിൽ നമ്മൾ സ്തുതിക്കുന്നത്. കർത്താവിൻ്റെ ദാസി സാറാൻഡി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിചിതമായ ഒരുപാട് മുഖങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്രിയ സോനി ചേച്ചി ഓർത്ത് സ്തോത്രം. നിബി സിസ്റ്ററിൻ്റെ അകത്തുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. ആദ്യമേ ഓർപ്പിച്ചതുപോലെ അമേരിക്കൻ ടൈം 11 മണിയായി, ഏകദേശം ബെഡ് ടൈമാണ്. അയർലൻഡിൽ 5 മണിയാണ്, ഇന്ത്യയിൽ 9:30. വിവിധ ടൈം സോണുകളിൽ ആമേൻ ഒരുമിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിനെ സ്തുതിക്കാൻ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് അല്പസമയം കർത്താവിൻ്റെ പാദപീഠത്തോട് നമുക്കൊന്ന് അടുത്തിയല്ലാം. ഹല്ലേലൂയ. ആമേൻ. എത്ര മധുരമാണ്, എത്ര സന്തോഷമാണ് അവൻ്റെ പാദപീഠത്തിലിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ് യേശു കർത്താവ് ആമേൻ പ്രൈസ് ദി ലോർഡ് മാർത്തയെ നോക്കി വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മാർത്ത മാർത്ത, യു ആർ worried and upset about many things, but few things are needed, or indeed only one. Mary has chosen what is better, and it will not be taken away from her. Praise the Lord. Hallelujah. Amen. Praise the Lord. ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ തിരക്കിലായി പോകുന്നവരാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര നോയ്സിയാണ് നമ്മുടെ ജീവിതം. ഒരുപാട് നോയ്സിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും പറയും ഒട്ടും സമയമില്ല പാസ്റ്ററെ, ഭയങ്കര തിരക്കാണ്, ഡ്യൂട്ടി ഉണ്ട്, പിള്ളേരുടെ കാര്യം നോക്കണം, പിന്നെ അത് നോക്കണം, ഇത് നോക്കണം. ഞങ്ങളെപ്പോലുള്ളവരോടൊക്കെ വിളിച്ചു ചോദിച്ചാൽ പറയും ഭയങ്കര തിരക്കാണ്, ചർച്ചിൻ്റെ കാര്യമുണ്ട്, മിനിസ്ട്രി സംബന്ധമായിട്ട് യാത്രകളുണ്ട്, മറ്റ് പലയിടത്തും ചെന്നെത്തേണ്ട അത്യാവശ്യമുണ്ട്, ഒരു രക്ഷയില്ല. ഈ 24 മണിക്കൂർ ഒന്ന് കൂട്ടി ഒരു 30 മണിക്കൂറാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വി ഓൾ ആർ ബിസി ഇൻ അവർ സ്കെഡ്യൂൾസ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്കറിയാം, ഇന്നിവിടെ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറിയിരിക്കുന്നെങ്കിലും ആമീൻ ഇന്നത്തെ ഫുൾ സ്കെഡ്യൂള് ചാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ണു തുറന്ന് ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ആമീൻ പ്രൈസ് ദി ലോർഡ് ദൈവവാദമെടുത്ത് നമ്മളായിരിക്കും. വി ആർ ഓൾ ചാർട്ടഡ്. ഇന്ന് പകൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പലരും ആമീൻ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര തിരക്കായാലും പ്രൈസ് ദി ലോർഡ്, എത്ര ബിസി സ്കെഡ്യൂളായാലും ആമേൻ പ്രൈസ് ദി ലോർഡ്, എത്ര തിരക്കേറിയ മിനിസ്ട്രി ആണെങ്കിലും ദൈവ സാന്നിധ്യത്തോടെ ചേർന്നിരിക്കാൻ അല്പസമയം നമ്മൾ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അറിയാം ബെറ്റർ പാർട്ട് എന്നാണ് പറയുന്നത്. ബെറ്റർ പാർട്ട് മാർത്തയോട് പറയുന്നത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷീ ചൂസ്
what is better. Praise the Lord. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാർത്ത ഒരുപാട് തിരക്കിലാണ്. ശരിയാ. ആമേൻ. റീസൺ ശരിയാണ്. യേശു കർത്താവ് വീട്ടിൽ വന്നു. ഷീ ഈസ് മിനിസ്ട്രിങ്, ഷീ ഈസ് സർവിങ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഷീ ഈസ് ഗിവിങ് everything to Jesus. She is preparing meals, she is doing that, she is doing this. അതുപോലെ ബിസിയാണ് മാർത്ത. എന്താ കാര്യം? യേശു കർത്താവിനെ ശുശ്രൂഷിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് മാർത്തയോട് നോക്കി പറയുകയാണ്, മാർത്തേ, എൻ്റെ പാദപീഠത്തിൽ വന്ന് ഒരുവൾ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷീ ചൂസ് വാട്ട് ഈസ് ബെറ്റർ. ഹല്ലേലൂയ. യെസ്. ഇന്ന് പകലിൽ ബെറ്റർ പാർട്ട് തിരഞ്ഞെടുക്കാൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹമുള്ളവരാണ് ആമേൻ ഇന്ന് പകലിൽ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്, എനിക്കറിയാം ഇന്നലെ രാത്രിയിലത്തെ ഫ്രൈഡേയിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഒരു സാറ്റർഡേ കിട്ടുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനൊക്കെ ആയിരിക്കും നമ്മൾ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്കിലും ദൈവ സാന്നിധ്യത്തോട് അടുത്തിരിക്കാൻ കാണിക്കുന്ന മനസ്സിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അവൻ ഒരുമിച്ച് നമുക്ക് ആ സാന്നിധ്യത്തോടൊന്ന് അടുത്തിയെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇൻ യുവർ പ്രസൻസ് there is fullness of joy. നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? Any time you can access his presence. Praise the Lord. Anytime you can get into his presence. Praise the Lord. നിങ്ങളുടെ സമയമോ ആമേൻ, നിങ്ങളുടെ ടൈം സോണോ, നിങ്ങളുടെ സാഹചര്യമോ, നിങ്ങൾ ഇരിക്കുന്ന ഇടമോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതികളോ യാതൊന്നും എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇന്ന് പകലിൽ ആ സാന്നിധ്യത്തോടെ നടത്തിയെല്ലാൻ കഴിയുന്നെങ്കിൽ അല്പസമയം എന്നെ നോക്കണ്ട. ഞാനൊരു വലിയ പാട്ടുകാരനൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐ ആം നോട്ട് എ പ്രൈസ് ദി ലോർഡ് ബിഗ് ആർട്ടിസ്റ്റ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ആത്മകണ്ണാലൊന്ന് കണ്ടു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനി ടൈം യു ക്യാൻ ആക്സസ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുക, തന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി ചിന്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The veil was torn. Praise the Lord. ആമേൻ. ആ തിരശ്ശീല രണ്ടായി ചിന്താൻ തന്റെ ദേഹം കാൽവറിയിൽ ചിന്തിയവന്റെ സന്നിധിയിലേക്കാണ് ഇന്ന് പകലിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഞാനത് ആദ്യമേ പറഞ്ഞത്, യേശു കർത്താവിന് ആഗ്രഹം യേശു കർത്താവിന്റെ സന്നിധിയോട് നമ്മൾ ചേർന്നിരിക്കുന്ന. There is an access that is open 24/7. There is an access that is open every minute. There is an access that is open. Amen. Praise the Lord. In any circumstances, ഏത് സാഹചര്യത്തിലും ഓപ്പൺ ആകുന്ന ഒരു ആക്സസ്. ചിലർക്ക് ഇത് സൺഡേ മോർണിംഗ് മാത്രം കയറാനാണ് ഇഷ്ടം. ചിലർക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രം കയറാനാണ് ഇഷ്ടം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു സാന്നിധ്യം, ഒരു ഫീൽ ഒക്കെ വന്നാലേ, ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നാലേ എനിക്ക് കയറാൻ കഴിയും. കുഞ്ഞെ കാൽവറിയുടെ കുലക്കളത്തിൽ പച്ച പൈൻ മരക്കുരിശിൽ 3 മേൽ 9 ഇഞ്ച് നീളമുള്ള ആണി പച്ചമാംസത്തിൽ അടിച്ചു കയറ്റപ്പെട്ടവനായി തന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ആ മരക്കുരിശിൽ ചുമന്നത്. To turn the veil, access തരാൻ ഒരുപാട് പാടായിരുന്നു പണ്ട് ഈ ആക്സസ് ലഭിക്കാൻ. മഹാപുരോഹിതന് മാത്രം
മഹാപാപ പരിഹാര പെരുന്നാളിൽ പ്രൈസ് ദി ലോർഡ് യോം കീപ്പർ ആ സമയത്ത് മാത്രം ഉള്ള ആക്സസ്. ബാക്കിയുള്ളവരെല്ലാരും പ്രാകാരത്തിൽ വന്നോണം, പൊക്കോണം. എന്നാൽ ഇന്ന് പകലിൽ ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ ഒന്ന് പ്രവേശിപ്പിക്കാം. കാൽവറിയിൽ അവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. അതുകൊണ്ടാ പാട്ടുകാരൊക്കെ ഇങ്ങനെ പാടുന്നത്, തന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി ചിന്തി. ഹല്ലേലൂയ. It's an access that is open 24/7. പിന്നെ എന്താ ഈ സാന്നിധ്യത്തിന്റെ പ്രത്യേകത? It will bring clarity, it will bring peace, and it will bring power. Praise the Lord. ലോകത്തിൽ കൺഫ്യൂഷൻ ആണ്, ലോകം ഒരുപാട് നോയിസി ആണ്. ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ആങ്ഷ്യസ് ആകാൻ മാത്രമേ ഉള്ളൂ. Praise the Lord. But what is in His presence? There is clarity, there is peace, and there is power in His presence. Hallelujah. Hallelujah. ഞാൻ എപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലന്മാരും ആമേൻ ഹല്ലേലൂയ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തന്മാരും ഒക്കെ നമുക്ക് മാതൃകകളാണ്. പക്ഷേ ഏറ്റവും നല്ല മാതൃക പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. Look at him. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഓരോ ഘട്ടത്തിലും പിതാവിന്റെ സാന്നിധ്യത്തെ കൊതിച്ചവനായിരുന്നു യേശു കർത്താവ്. He showed us how to be in the presence. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ശിഷ്യന്മാരെ മാറ്റി നിർത്തി, ജനങ്ങളെ മാറ്റി നിർത്തി, ഒറ്റയ്ക്ക് തനിയെ വേറിട്ടിരുന്ന കർത്താവ്. ഇന്ന് പകലില്ല പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയോ? ആ ബിസി സ്കെഡ്യൂൾ ഒന്ന് വെട്ടിയിട്ട് അവിടെ യേശുവിന്റെ സാന്നിധ്യം ഒന്ന് എഴുതാൻ കഴിയും. എത്ര തല പോകുന്ന കേസായാലും ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് മാത്രമേ ഞാൻ അതിലേക്ക് പ്രവേശിക്കത്തുള്ളൂ എന്ന് പകലിൽ പറയാൻ കഴിയുമോ? Praise the Lord. Praise the Lord. Praise the Lord. ആ സഹോദരി ഒന്ന് നോക്കിക്കേ. ഇതിന്റെ അകത്ത് ആമേൻ അമ്മമാരാണല്ലോ, സഹോദരിമാരാണല്ലോ കൂടുതലും. ആമേൻ ആ സഹോദരി ഒന്ന് നോക്കിക്കേ. നല്ല അംശം. Praise the Lord. എന്താ നല്ല അംശം? What was the better part she chose? Praise the Lord. Sitting at Christ's feet was the better part that Mary chose. ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ പ്രവർത്തിക്കാനുണ്ട്. എന്നാൽ ഇതൊന്നും മറിയെ ബാധിക്കുന്നില്ല. She wants to sit in His presence. Oh shekeriantera arthamanagashsianagar koriantera rivaragade ഇന്ന് പകലിൽ അസാന്നിധ്യം മുറിക്കകത്ത് വ്യാപരിക്കട്ടെ, അസാന്നിധ്യം ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. 40 ദിവസം സീനായിയുടെ മുകളിലേക്ക് കയറിപ്പോയി ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരുന്ന മോശ താഴേക്കിറങ്ങി വന്നപ്പോ ആമേൻ ഹിസ് ഫേസ് വാസ് ഷൈനിങ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇസ്രായേലിന് പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സാന്നിധ്യത്തെ നെഗ്ലക്ട് ചെയ്യരുതേ. ഇന്ന് പകലിൽ ഈ സാന്നിധ്യത്തെ നെഗ്ലക്ട് ചെയ്യരുതേ. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് തിരിച്ചാട്ടെ. എത്ര മധുരമാണ്, എത്ര സന്തോഷമാണ് അവന്റെ നാമം. Praise the Lord. How beautiful, how wonderful is His name.
How beautiful is his presence. കോരഗ് പുത്രന്മാർ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. യേശുവേ, we thank you, Lord. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താ, എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താ. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓ യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ. Seek his presence. ഓ യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. കാൽവറിയിലേക്കൊന്ന് നോക്കാൻ, പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ നീക്കി. ഓ പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ നീക്കി. ശോഭിത നിധിവസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നിധി വസ്ത്രം ആഭരണമായി നൽകും. എത്ര മധുരമവൻ, ഓ എത്ര മധുര ശബപരിപാരകതേ നാമമെനിക്കു പാർത്താ. ഓ എത്ര മധുരമവൻ നാമമെനിക്കു പാർത്താ. ഓർത്തുവാരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവാരും തോറുമെൻ ആർത്തി മാഞ്ഞ്. ഇന്ന് പകലിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഓ എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാൻ മറന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാൻ അകന്നാലും
നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. ഓ എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. എൻ്റെ യേശു കർത്താവ് പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ നല്ലതായി വലിയതായൊരു സ്നേഹമില്ലെന്ന് തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, ആ സ്നേഹം എന്താണെന്ന് കാൽവറിയിൽ തെളിയിച്ചു തന്നവനാ നമ്മുടെ കർത്താവ്. Forget all your materialistic benefits. Praise the Lord. നിങ്ങളുടെ വീട് മറക്ക്, നിങ്ങളുടെ കാറ് മറക്ക്, നിങ്ങൾക്ക് തന്ന ജോലി മറക്ക്, നിങ്ങളുടെ സമ്പത്ത് മറക്ക്. Look at the Calvary. ഇന്ന് പകലിൽ കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ. Praise the Lord. Hallelujah. The greatest gift that you ever had. Praise the Lord. തന്റെ ദേഹത്തെ നമുക്ക് വേണ്ടി തകർത്ത അവന്റെ വലിയ സ്നേഹത്തെ, praise the Lord, അവൻ വെള്ളി കൊണ്ടല്ല നമ്മളെ വാങ്ങിയത്, പൊന്നു കൊണ്ടല്ല നമ്മളെ വാങ്ങിയത്. അവൻ നമ്മളെ വാങ്ങിയത്, അവൻ നമ്മളെ കരുതിയത്, അവൻ നമ്മുടെ കരം പിടിച്ചത്, അവൻ നമ്മളെ ചേർത്ത് നിർത്തിയത്, അവന്റെ പ്രാണൻ തന്നിട്ടാ. ഇന്ന് പകലിൽ ആ മാറോട് ചേർന്നിരിക്കാൻ കഴിയുമോ? നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും യേശുവേ. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. ഓ നിൻ മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഒരിക്കൽ കൂടി ആ വരികൾ ചേർന്ന് പാടാമോ? നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം ലിബ്രിയാന്ധര അർത്ഥമനഗശസിയാന അർക്കോരിയാന്ധര റിബാരഗദേ ശകേരിയാന്ധര അധുരാരഗദ അർത്ഥമനഗശസിയാന. എല്ലാ നിരാശകളും ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ, ഹൃദയത്തിന്റെ അകത്ത് തകർച്ച ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ. ആമേൻ. എല്ലാ ആങ്സൈറ്റീസും ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് നിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ആമേൻ. നിന്റെ തൊട്ടടുത്ത് ദൈവ പൈതലേ, മുറിക്കകത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നവർ ആമേൻ അന്തരത്തെ ചലിപ്പിച്ച് പരിസരങ്ങളെ മറന്ന് ഇന്ന് പകൽ യേശുവിനെ ആരാധിച്ചാട്. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. ഓ എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ.
ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണ്, ഓ നീയാണ് എല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും. ഓ ഹല്ലേലൂയ, ശരിയാധരേ, ഹല്ലേലൂയ, 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 ശബബറിബരഗദേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അകത്തിരിക്കുക എന്ന് പറഞ്ഞ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് സംതിങ് ദാറ്റ് ഐ ഹാവ് ലേൺഡ് ഇൻ മൈ സെമിനാരി. പ്രൈസ് ദി ലോർഡ്. ഞാൻ PG ചെയ്തപ്പോഴോ BTA ചെയ്തപ്പോഴോ ഒന്നും കിട്ടിയതൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് എപ്പോഴാണ് കിട്ടിയെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ലോവർ കുട്ടനാട്ടിൽ ആമീൻ ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ. എൻ്റെ പിതാവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഭയങ്കര സാക്ഷിയാണ്. 9 മേജർ അറ്റാക്കും 13 മൈനർ അറ്റാക്കും വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ മയോപ്പതി ആയിട്ട് കണ്ടക്ഷൻ സിസ്റ്റം മുഴുവൻ ഫെയിലിയർ ആയ ഒരാളാണ് എൻ്റെ പിതാവ്. 1990 മുതൽ രോഗിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കയ്യിലുണ്ടായിരുന്ന സകലതും തകർന്നവനായി. ആലപ്പുഴ എക്സൽ ഗ്ലാസ് ലിമിറ്റഡ് ഫാക്ടറി, ഉദയ സ്റ്റുഡിയോയുടെ അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആമേൻ ബിസിനസ്സും കാര്യങ്ങളും മുഴുവൻ തകർന്ന് തരിപ്പണമായി. ആമേൻ. രോഗിയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു 3 സെന്റ് 4 സെന്റിന്റെ അകത്തേക്ക് ഒതുക്കപ്പെട്ട ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 1997 ഡോക്ടേഴ്സ് പറഞ്ഞു ജെയിംസിന് ജീവിച്ചിരിക്കാൻ 3 മാസം മാത്രമേ സാധ്യതയുള്ളൂ. only 3 months. പ്രൈസ് ദി ലോർഡ്. എന്തോ ചെയ്യണം? ഒരു ഡിവൈസ് വരുത്തണം. അത് ഇന്ത്യക്കില്ല, പുറത്തുനിന്ന് വരുത്തണം, വെക്കണം. മുൻപിൽ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ഞങ്ങൾക്കുള്ള ധൈര്യം എന്തായിരുന്നെന്നറിയാമോ? ഈ ദൈവ സാന്നിധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് അപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞായിരുന്ന എൻ്റെ കരം പിടിച്ച് എൻ്റെ മാതാപിതാക്കൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയും, കർത്താവേ, ആമേൻ, ഇതുവരെ നീ ഞങ്ങളെ പരസ്യകൊലമാക്കിയിട്ടില്ല. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് അപമാനം ഏൽക്കാൻ വന്നിട്ടില്ല. അങ്ങ് അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിഷയത്തെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതകരമെന്ന് പറയട്ടെ, 3 മാസം ആയുസ് പറഞ്ഞ എൻ്റെ പിതാവ് ഈ കഴിഞ്ഞ വർഷവും അയർലൻഡിൽ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ മാതാപിതാക്കൾ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരുമില്ല. ആമേൻ. സഭയായിട്ടിരിക്കുകയല്ല, അവർ 2 പേരും ഒറ്റയ്ക്ക് ഇരിക്കുക. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ
ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ കുവൈറ്റിലേക്ക് പോകാനായിട്ട് എൻ്റെ ബ്ലഡ് ചെക്കപ്പ് മെഡിക്കൽ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടു, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ആ അച്ഛൻ വളരെ സങ്കടത്തോടെ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സാധുക്കളായിരുന്ന ആമേൻ എൻ്റെ മാതാവും എൻ്റെ പിതാവും ആ സമയത്ത് ആമേൻ ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് ആമേൻ എൻ്റെ മാതാവ് ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് സഹോദരനോട് പറഞ്ഞു, ആമേൻ നാളെ പോയി ബ്ലഡ് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. നാളെ പോയി ബ്ലഡ് ചെക്ക് ചെയ്തോ. നെക്സ്റ്റ് ഡേ ആ പ്രിയപ്പെട്ടവൻ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് ബി ആമേൻ അതിന്റെ അകത്ത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഇതിന്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും അധൈര്യപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇതിന്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും അധൈര്യപ്പെട്ട് നടക്കാത്ത ആമേൻ ജന്മന വൈകല്യമുള്ളത് എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പഠിച്ചതല്ല എന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു ബോധ്യമാണ്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തൊട്ടറിഞ്ഞ, ഞങ്ങൾ കേട്ടറിഞ്ഞ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ അസാന്നിധ്യത്തെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എന്റെ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ സാന്നിധ്യത്തിൽ വിടുതലുണ്ട്. ആമേൻ. ഏത് ചാവാറായ ശേഷിപ്പുകളും അവന്റെ സാന്നിധ്യത്തിൽ ഉയർക്കും. മെഡിക്കൽ സയൻസ് എഴുതി തള്ളിയത് അവന്റെ സാന്നിധ്യത്തിൽ പുനരുജ്ജീവിക്കും. ഉദാഹരണങ്ങളാണ്. Nobody can write your conclusion. Nobody can write your conclusion. ഇന്ന് പകലിൽ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന് കൺക്ലൂഷൻ എഴുതാൻ തമ്പുരാൻ ആരെയും നിയോഗിച്ചിട്ടില്ലെന്ന്. Amen. He will write it. He will write it. He will write it. Amen. Not the radiologist, not the neurologist, not the cardiologist. Amen. The Almighty, the Creator will write your conclusion. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടോ എന്നെ ഇങ്ങനെ അങ്ങ് ലീഡ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. രണ്ട് പാട്ട് പാടി ആമേനൊന്ന് ആരാധിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആമേൻ ആലോചനയായി ദൂതായി വിളിച്ചു പറയുന്നു. ഈ പ്രയർ മീറ്റിംഗിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ടെസ്റ്റിമണീസ് വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നാളുകളായി തള്ളിയത്, നാളുകളായി നിരാശ അനുഭവിച്ചത് നിന്റെ സാഹചര്യം എന്റെ ദൈവത്തിന്റെ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. നീ ആയിരിക്കുന്നത് ഏത് മേഖലയിലായാലും ഏത് സാഹചര്യത്തിലായാലും അത്ഭുതം ചെയ്യാൻ കഴിയുന്നവൻ, അതിശയം ചെയ്യാൻ കഴിയുന്നവൻ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ലല്ലോ. പിന്നെയോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എന്റെ യേശു കർത്താവ് ഭൂമിയിലോട്ട് വരുന്നതിന് ആമേൻ 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക. ആമേൻ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. By his stripes we are healed. Amen. ഇതുവരെ തകർക്കുന്ന വാക്കുകളാണോ കുഞ്ഞെ കേട്ടത്? ഇതുവരെ നിരാശപ്പെടുത്തുന്ന വാക്കുകളാണോ കേട്ടത്? നിന്റെ തലമുറയെ പറ്റി, നിന്റെ ഭാവിയെ പറ്റി, നിന്റെ കുടുംബജീവിതത്തെ പറ്റി നിരാശപ്പെടുത്തുന്ന വാക്കുകളാണോ മനുഷ്യരുടെ ഇടയിൽ നിന്ന് കേട്ടത്? ഇന്ന് പകലിൽ സർവ്വവല്ലഭൻ പറയുക, ഞാൻ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാ. അതുകൊണ്ട് പൗലോസ് ലീഗ എഴുതിയിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ നിങ്ങൾക്ക് തന്നവൻ അതോടുകൂടി സകലതും. അതുകൊണ്ട് ഞങ്ങൾ ജയാളികളാ. ഞങ്ങൾ തോറ്റവരല്ല,
ഞങ്ങൾ തോറ്റവരല്ല, തോറ്റ ഒരുവന്റെ പിൻപിലല്ല ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ പ്രഭാതത്തിൽ അവൻ ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ, ആമൻ മിഡ് നൈറ്റിൽ ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുക, വ്യക്തമായി ആലോചന വിളിച്ചു പറയുക. നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തോറ്റവന്റെ പുറകിലല്ല. നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തോറ്റവന്റെ പുറകിലല്ല. ഒരു നേർച്ചയും കൂടെ കഴിച്ചേക്ക് സാധ്യമാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പുറകിലല്ല നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാക്ഷാൽ പുനരുദ്ധാനമായവന്റെ മുൻപിലാ. ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാക്ഷാൽ ജീവനായവന്റെ മുൻപിലാ. ഇറങ്ങി തിരിച്ചത് നിനക്ക് വേണ്ടി ജീവനെ തന്നവന്റെ കൂടെയാ. ഇന്ന് പകലിൽ ആ സാന്നിധ്യത്തിലേക്ക് യേശു കർത്താവ് ഒന്ന് മാടി വിളിക്കുക. എല്ലാ ഭയങ്ങളും ഒന്ന് മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യുഎസിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ടൈം സോണുകൾ വിവിധമാണെങ്കിലും, ആമേൻ, കോണ്ടിനെന്റുകളും ആമേൻ രാജ്യങ്ങളും വിവിധമാണെങ്കിലും, കടലുകൾക്കപ്പുറമാണെങ്കിലും, ഇന്ന് പകലിൽ സകലത്തിനെയും നിർമ്മിച്ചവൻ, സകലത്തിന്റെയും സൃഷ്ടാവ്, ആമേൻ, ഇന്ന് പകലിൽ ചിലതിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്ന പകൽക്കാലമാണ്. ചിലതിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്ന പകൽക്കാലമാണ്. നാളുകളായി തള്ളിക്കളഞ്ഞതിനെ തിരിച്ചു പിടിക്കുന്ന പകൽക്കാലമാണ്. നിയോഗങ്ങളെ കൈമാറുന്ന പകൽക്കാലമാണ്. നിരാശകളെ കൈമാറുന്ന പകൽക്കാലമല്ല, നിയോഗങ്ങളെ കൈമാറുന്ന പകൽക്കാലമാണ്. ഇതുവരെ കേട്ടത് നിരാശയാണെങ്കിൽ ഇന്ന് പകലിൽ നിയോഗത്തെ കർത്താവ് കൈമാറുകയാണ്. ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്, കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പ്രവർത്തിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ കരങ്ങളെ അടിച്ച് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ ഉറപ്പോടെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാ. ഉറപ്പോടെ ചേർന്ന് ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ശരിയാന്തരേ. ഹോ 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 ഹോ, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ. ഓ ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു.
ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ. ഓ യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. ഓ യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം. അതുകൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ശരിയാന്തരേ ഇന്ന് പകലിൽ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നവർക്ക് മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കാം. ഓ ശാവേദികരന്തകരകതേ ഓ ശാരന്ധാരഗതേ ഓ രോഗങ്ങൾ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് നീങ്ങുന്നു. നിരാശകൾ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് മാറിപ്പോകുന്നു. ആങ്സൈറ്റീസ് മാറിപ്പോകുന്നു. ഡിപ്രഷൻസ് മാറിപ്പോകുന്നു. യേശു കർത്താവ് ഇന്ന് പകലിൽ ജയമേറ്റെടുക്കുന്നു. ചിലതിന്റെ മേൽ ഒരു നിയോഗത്തെ അയക്കുന്ന പകൽക്കാലം, ചിലതിനെ റീറൂട്ട് ചെയ്യുന്ന പകൽക്കാലം, ആമേൻ, ചിലതിനെ ഡെസ്റ്റിനി ക്ലിയർ ചെയ്യുന്ന പകൽക്കാലം. ആമേൻ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ആമേൻ ഇതിന്റെ അകത്ത് മഹത്വമെടുക്കുന്നു. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അർത്ഥമനഗശസിയാന അർഖോരിയാന്തര അറിവാരഗതേ. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കാമോ? ആരാധിക്കാമോ? ആശ്രയിക്കാമോ? ആ സാന്നിധ്യത്തോടൊന്ന് ചേർന്നിരിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവാവർണിപ്പാനെഴുതല്ല എനിക്ക്. മന്നവാവർണിപ്പാനെഴുതല്ല. ഇത്രമാം സ്നേഹം. ഓ ഇത്രമാം സ്നേഹം ഉയിർ
കൊടുത്തെനിക്കാ ഇത്രമാം സ്നേഹം, ഉയിർ കൊടുത്തെനിക്കായി മന്നവാവർണിപ്പാലേളുതല്ല എനിക്ക്, മന്നവാവർണിപ്പാലേളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും. ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വീഴുന്നപ്പ, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളെ നടത്തുന്നത്. അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞങ്ങൾ എവിടേക്ക് ഓടും? ഞങ്ങൾ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? ഞങ്ങൾ എവിടെ പോയി പാർത്താലും ഈ സാന്നിധ്യത്തിന്റെ മറവിലല്ലാതെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ഇന്ന് പകലിൽ ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിരാശകൾ ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് നിന്ന് അങ്ങ് അഴിച്ചു മാറ്റുന്നതിനാൽ തകർച്ചയിലായിരിക്കുന്നവരുടെ വാക്കുകൾ കൊണ്ട് തകർന്ന ഹൃദയങ്ങളുണ്ടപ്പാ. ഇന്ന് പകലിൽ അങ്ങ് കെട്ടുമാറാകണം. ഡോക്ടേഴ്സ് പറഞ്ഞ വാക്കുകൾ കേട്ട് നിരാശയിലെത്തിയവരുണ്ട്. ഇന്ന് പകലിൽ ആ മുറിവുകളെ അങ്ങ് കെട്ടുന്നതിനാൽ സ്തോത്രം. അത്ഭുതകരമായ രോഗസൗഖ്യം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. അങ്ങയുടെ കൃപ ഓരോ ഭവനത്തിന്റെ അകത്തും നിറഞ്ഞു നിൽക്കുന്നതിനാൽ സ്തോത്രമപ്പാ. ഓൺലൈനായി ഞങ്ങളെ കാണുന്നവരുണ്ട്, യാദൃശികമായി മീറ്റിംഗിൽ കടന്നു വന്നവരുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെ മേലും ഇന്ന് പകലിൽ അങ്ങയുടെ കൃപയെ, അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങ് അയക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് മാത്രം ഉയരണം, ഞങ്ങളോ കുറയണം. അങ്ങ് മാത്രം ഉയരണം, ഞങ്ങളോ കുറയണം. പകലിൽ ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന ആമേൻ പ്രിയ സാറാന്റി ഞങ്ങളുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന്റെ പിൻപിലുള്ള ഞങ്ങളുടെ പ്രിയ അമ്മമാരെ, സഹോദരിമാരെ ഞങ്ങളുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് പിന്നാലെ ദൈവവചനവുമായി നിൽക്കുന്ന കർത്താവിന്റെ ദാസിയെ ഞങ്ങളുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുപോലെ അനുഗ്രഹിച്ചാട്ടപ്പാ. സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.